നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സുനിൽ സൗവർണിയാണ്. ഇത് നമ്മളെ ഏറ്റവും ഒരു പുതിയ വീട് പരിചയപ്പെടുകയാണ്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 പഞ്ചായത്തിലെ വിലങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു വീടാണ് ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. വളരെ മനോഹരമായൊരു ഏരിയ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല വ്യൂ ആണ്, കാണാനും ഭംഗിയുള്ളൊരു ഏരിയയാണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് ഇതാണ്. (1850 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണിത്. 1850 സ്ക്വയർ ഫീറ്റ്. മുറ്റമൊക്കെ കല്ല് പാകി പുല്ലൊക്കെ പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ പണി തീർന്നിട്ടൊരു 3 മാസമായിട്ടോ, കംപ്ലീറ്റ് വർക്ക് തീർന്നിട്ടിപ്പോൾ 3 മാസമായിട്ടുണ്ടാവും. 4.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട്. നമ്മുടെ വീടിനകത്തേക്കൊന്ന് കയറാം. കാർ പോർച്ച്, ഒരു വലിയ കാർ പോർച്ച് തന്നെയാണ്. നമുക്കൊരു വണ്ടി ഇടാം ഇതിനകത്ത്. സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ് റൂമിലേക്ക്. ലിവിങ് റൂം ലൈറ്റ് എന്നുള്ളതാണ് വിചാരിച്ചാണ്. ഇതാ ലിവിങ് റൂം. ഇതാണ് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ ഒരു പറപോലെയൊക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ സീലിംഗ് വർക്ക് നല്ല ഭംഗിയിലാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ്. നമ്മുടെ ഡൈനിങ്ങിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്റ്റെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് കണ്ടോ, നമുക്ക് ഒരു ഭയങ്കര വലിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് എഴുതാം. ആ ഒരു കൺസെപ്റ്റൊക്കെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. നമുക്ക് ഡൈനിങ് റൂമിലാണ് ഇതിൻ്റെ TV വാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വാളിലൊക്കെ ഒരു വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമുക്കൊന്ന് ബെഡ്റൂമിലേക്കൊന്ന് പോകാം. ഇത് താഴത്തെ 2 ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂം കബോർഡ്സൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വളരെ മനോഹരമായിട്ട് തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററാണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം. എറണാകുളത്തേക്ക് 20 കിലോമീറ്റർ, നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്ററാണ്, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 18 കിലോമീറ്റർ, രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 8 കിലോമീറ്റർ. സ്കൂൾ കോളേജൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം തന്നെ ഉണ്ട്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് 200 മീറ്റർ ഉള്ളൂ. എപ്പോഴും ബസ്, എറണാകുളം പെരുമ്പാവൂർ, എറണാകുളം ആലുവ എപ്പോഴും ബസ്സുള്ള ഏരിയയാണ്. ഇതാണ് കിച്ചണൊക്കെ എല്ലാ കബോർഡ് വർക്കുകളും തീർന്നിട്ടുണ്ട്. കിച്ചണിന് പുറത്തേക്കായിട്ടൊരു വർക്ക് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വർക്ക് ഏരിയ ഇതാണ്. വർക്ക് ഏരിയയുടെ ബാക്കിലേക്ക് സ്ഥലമുണ്ട്. അവിടെയാണ് നമുക്ക് കിണർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം കയറാത്ത ഏരിയ കൂടിയാണിത്. നമുക്ക് ഇവിടുന്ന് അപ്സ്റ്റെയർ കയറിയിട്ട് നമുക്കൊന്ന് മുകളിൽ നോക്കാം. ഇത് സ്റ്റെയറാണിത്. അപ്സ്റ്റെയറിൽ ചെന്ന് നോക്കാം നമുക്ക്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, കണ്ടാലാണ് ഇതിൻ്റെ ഈ വീടിൻ്റെ എല്ലാ പോർഷൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ
എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റും എനിക്ക് വേണം. നിങ്ങളുടെ കമൻസാണ് അടുത്തൊരു വീഡിയോ ഇടാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇത് കണ്ടോ, അപ്പർ ലിവിങ്ങിൽ ഇതാണ് അപ്പർ ലിവിങ്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകാൻ വേണ്ടിയാണ്. നമുക്ക് പിന്നെ പോകാം. ഇവിടെ 2 ബെഡ്റൂമാണ് ഉള്ളത്. എല്ലാം മർത്ത് അറ്റാച്ച്ഡാണ് കേട്ടോ. ഇതൊരു ബെഡ്റൂം, ഇതൊരു വലിയ ബെഡ്റൂമാണ് കേട്ടോ. ഇതൊരു വലിയ ബെഡ്റൂമാണ്. നമുക്ക് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാമായിരുന്നു. പക്ഷെ അത് ലോക്ക് ചെയ്തിരിക്കുക, താക്കോല് താഴെയാണ്. അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല, താഴെ പോയി. ഓക്കെ, നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഇതാണ് ഈ വളരെ രസമായിട്ടോ അത് ഉണ്ടോ. പിന്നെ ബാക്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ നടത്താനുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. തൊട്ടടുത്തൊക്കെ വീടുകളുള്ള ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് എൻ്റെ ടെറസിൻ്റെ മുകളിലൊന്ന് നോക്കാം. ഇത് മുകളിൽ ഇത് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് തന്നെ ഈ ഏരിയയുടെ മൊത്തം വ്യൂ ഒന്ന് കാണാം. എത്ര മനോഹരമാണ് നോക്കുക. അവിടെ വാഹനങ്ങളൊക്കെ കിടക്കണ കാണാതിരിക്കും. നമുക്ക് അവിടെ മെയിൻ റോഡാണ് കാണുന്നത്. ഈ വീടിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിക്കണം. എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിശ്വസ്തയോടെ സുനിൽ സൗവർണിക.